ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തേ വന്നില്ല എന്ന് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇടുത്തി പോലെ സാധനം വന്നു. ഒന്നല്ല രണ്ടും വന്നു. എൻട്രൻസ് കമ്മീഷണർ 3 ഇയറിൻ്റെയും 5 ഇയറിൻ്റെയും ഈ വർഷത്തെ 2024 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. ഇനി നോട്ടിഫിക്കേഷൻ മാത്രമാണ് വന്നത് അല്ല, എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തു. 3 ഇയറിനും 5 ഇയറിനും ഒരേ ദിവസം തന്നെയാണ് എക്സാം. ഓഗസ്റ്റ് 18 എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാം. കാരണം പൊതുവെ 3 ഇയറിനും 5 ഇയറിനും ഒരേ ദിവസം എക്സാം ഷെഡ്യൂൾ ചെയ്യാറില്ല, കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ആസ്പിരൻസിന്റെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു 21 ഡേയ്സ് ആണ് ഇനിയുള്ളത്. അപ്പോൾ ഒന്നും നോക്കാനില്ല, കൈമെയ് മറന്ന് ഉഷാറായിട്ട് പഠിച്ചോ. ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഇനിയും ഒരുപാട് പേര് റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ 18 ദിവസമുള്ളൂ, 20 ദിവസമുള്ളൂ, ഇനിയും പഠിച്ചാൽ കിട്ടുമോ സാർ? ഡെഫിനറ്റ്ലി. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, 10-12 ദിവസം കൊണ്ട് പഠിച്ച് ഈ ക്രാക്ക് ചെയ്ത് ഗവൺമെന്റ് മെറിറ്റിൽ കയറിയ ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മുടെ ഡിറ്റർമിനേഷൻ ആണ് മാറ്റർ ചെയ്യുന്നത്. ഇഫ് യു ഹാവ് ഷീർ ഡിറ്റർമിനേഷൻ ഡെഫിനറ്റ്ലി ബിഗ് തിങ്സ് വിൽ ഹാപ്പൻ. അത്ഭുതങ്ങൾ സംഭവിക്കും. സോ സ്റ്റഡി ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സിൻസിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ 3 ഇയറിനെ 5 ഇയറിനെ നോട്ടിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് 3 ഇയറിനെ 5 ഇയറിനെയും ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് 3 ഇയറിനും 5 ഇയറിനും എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2 ഓക്കെ, ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത്. അപ്പോൾ ഒരാളും തന്നെ, ഈ വീഡിയോ കേൾക്കുന്ന ഒരാളും തന്നെ അവസാന ദിവസമായ ഓഗസ്റ്റ് 2 പോകാൻ നിൽക്കേണ്ട. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡേറ്റിന് നിങ്ങൾ എന്താ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് പോയി റിസർവേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യണം. അപ്പോൾ ഒന്നും അവസാന ദിവസത്തേക്ക് വെക്കരുത്. ഏറ്റവും നിയറസ്റ്റ് ആയ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് അവസാനിപ്പിച്ച് അതിൻ്റെ ഫൈനൽ പേജ് പ്രിന്റ് ഔട്ട് എടുക്കുക. അത് കഴിഞ്ഞ് എക്സാമിലിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 2 5 മണി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 12 മുതൽ ഓഗസ്റ്റ് 12 മുതൽ നമുക്ക് അഡ്മിറ്റ് കാർഡ്സ്, അതായത് എക്സാം ഹോൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് കയറി കഴിഞ്ഞ് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അഡ്മിറ്റ് കാർഡ് വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആ അഡ്മിറ്റ് കാർഡിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ വെന്യൂ എവിടെയാണ്, അത് എക്സാമിനേഷൻ സെന്റർ എവിടെയായിരിക്കും ആ അഡ്മിറ്റ് കാർഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 12 മുതൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. പിന്നെ ഓഗസ്റ്റ് 18 എക്സാം. ഞാൻ പറഞ്ഞു 2 എക്സാമും 3 ഇയറിനും 5 ഇയറിനും ഒരേ ദിവസം തന്നെയാണ് എക്സാം. ഞാൻ പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യാറില്ല. 3 ഇയറിനും 5 ഇയറിനും സെപ്പറേറ്റ് ഡേയ്സ് ആണ് എക്സാമിന് വെക്കാറ്. പക്ഷേ ഈ വർഷം രണ്ടും ഒരേ ഡേറ്റിലാണ്. അപ്പോൾ കാൻഡിഡേറ്റ്സിന്, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞവർക്ക് 2 എക്സാം എഴുതാം. 3 ഇയറും എഴുതാം, 5 ഇയറും എഴുതാം. അപ്പോൾ ഏത് എഴുതാന്നുള്ളൊരു, അല്ലെങ്കിൽ ഏതിന് അപ്ലൈ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ തൽക്കാലം നിലവിലെ സ്ഥിതിക്ക് നിങ്ങൾ രണ്ടും അപ്ലൈ ചെയ്യാം, വേറെ വഴികളില്ല. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ്. ചിലപ്പോൾ ഇൻ കേസ്, ഞാൻ വാഗ്ദാനമൊന്നും തരുന്നില്ല, ചിലപ്പോൾ എൻട്രൻസ് കമ്മീഷണർ ചിലപ്പോൾ തോന്നുന്നതാണ് 3 ഇയറും 5 ഇയറിന് സെപ്പറേറ്റ് ഡേയ്സ് എക്സാം നടത്തുന്നത്, ചിലപ്പോൾ എക്സാം ഡേറ്റ് മാറ്റാം. നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ നിങ്ങൾ ഇത് രണ്ടും ഒരേ ദിവസം തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടും അപ്ലൈ ചെയ്യുക, അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. ഓക്കെ, പിന്നെ അപ്പോൾ ഓഗസ്റ്റ് 18 എക്സാം. റിസൾട്ട്സ് ഓഗസ്റ്റ് 31 അതിന് മുന്നെയോ പബ്ലിഷ് ചെയ്യണം എന്നാണ് എൻട്രൻസ് കമ്മീഷണർ നോട്ടിഫിക്കേഷനോട് പറയുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 18 എക്സാം, ഓഗസ്റ്റ് 31 അതിന് മുന്നെയോ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിന്റെ ഭാഗത്തുള്ളത്. ഓക്കെ, ഈ എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒഫീഷ്യൽ സൈറ്റ്. അതിലൂടെ മാത്രമാണ് എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് വേണ്ടത്? പ്രധാനമായിട്ട് വേണ്ടത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ, അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ്, KCBC എന്നാ പറയുക, OBC കാൻഡിഡേറ്റ്സിന് 850 രൂപ, 850 റുപ്പീസും, SC ST കാൻഡിഡേറ്റ്സിന് 425 രൂപയാണ് വേണ്ടത്. അപ്പോൾ 850 ഫോർ ജനറൽ ആൻഡ് OBC, 425 ഫോർ SC ഓർ ST സ്റ്റുഡൻസ്. ഓക്കെ, രണ്ടാമത് വേണ്ടത് നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്.
ഓക്കെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. മൂന്നാമത് വേണ്ടത് എന്താണ്? സൈനാണ്. ഓക്കെ, അപ്പോൾ സൈന് നിങ്ങൾ വെള്ള പേപ്പറിൽ ഇട്ടിട്ട് പോവുക. അത് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത്, ഇത് നമുക്ക് സ്വയം ഇരുന്ന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്വയമായിട്ടിരുന്ന് അപ്ലൈ ചെയ്ത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, തെറ്റ് വരുത്താൻ സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ട് എൻട്രൻസുകളൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ ബാക്കിയുള്ള രേഖകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എല്ലാം അവർ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് തരും. പിന്നെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വെക്കേണ്ടത് ഒരു ഫോൺ നിങ്ങൾ കൊണ്ടുപോകുക. കാരണം നിങ്ങളെ OTP വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID, ഓക്കെ, ഇമെയിൽ ഐഡിയിലൂടെയാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തുന്നത്. ഓക്കെ, ആ കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ ID കൊടുക്കുക. അങ്ങനെ ഒരു ഇമെയിൽ ID ഇല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. പഴയ ഡീആക്ടിവേറ്റ് ആയതും യൂസ് ചെയ്യാത്ത നമ്പറൊന്നും കൊടുത്തേക്കരുത്. ഓക്കെ, നിങ്ങളുടെ പാരൻസിൻ്റെയോ നിങ്ങളുടെയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക. പിന്നെ വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പ്രീവിയസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. ഞാൻ പറഞ്ഞു ജനറലുകാർക്ക് പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല. പക്ഷേ ജനറലിൽ EWS കാറ്റഗറി ഉണ്ട്, അതായത് മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ. ഓക്കെ, അപ്പോൾ അവർക്ക് EWS സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ EWS റിസർവേഷൻ കിട്ടും. പിന്നെ ഉള്ളത് OBC-കാര്, OBC അല്ല SEBC കാറ്റഗറി. ഈ SEBC കാറ്റഗറിയിലാണ് ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ അങ്ങനത്തെ കുറേ കാറ്റഗറികൾ വരുന്നത്. അത് ഏതൊക്കെയാണുള്ളത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ, ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ SEBC കാൻഡിഡേറ്റ്സ്, അതായത് OBC കാൻഡിഡേറ്റ്സ് പ്രധാനമായിട്ട് വെക്കേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഫോർ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. പല തരത്തിലുള്ള നോൺ ക്രിമിനൽ ഉണ്ട്. നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള നോൺ ക്രിമിനൽ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ച് നിങ്ങൾ വാങ്ങിക്കുക. മറ്റുള്ള നോൺ ക്രിമിനൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷണർ അത് തള്ളും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഉള്ളവരുണ്ട്, ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സ് ഉണ്ട്, സ്പോർട്സ് കോട്ട, NCC, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്പെഷ്യൽ റിസർവേഷൻകാർ ആ റിസർവേഷൻ എങ്ങനെ കിട്ടണം എന്നുള്ള പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ഉണ്ട്. അത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്ലൈ ചെയ്യാൻ പോയി പിന്നെ അത് കൊടുക്കാണ്ട് പിന്നീട് സ്പെഷ്യൽ റിസർവേഷൻ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ പോകും. പിന്നെ വേണ്ടത് ഏജ് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഏജ് തെളിയിക്കാൻ ഒന്നെങ്കിൽ നമ്മുടെ SLC സ്റ്റേറ്റ് സിലബസിലാണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. പിന്നെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 സർട്ടിഫിക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഒന്നെങ്കിൽ SLC സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ടിന് റെലവെന്റ് പേജ്, അല്ലെങ്കിൽ ഇത് മൂന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 4 സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി. 4 കൂടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന് അപ്ലിക്കേഷൻ ഫീസ്, രണ്ടാമത് എന്താ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൂന്നാമത് എന്താ വേണ്ടത്? കൃത്യമായിട്ട് ഒരു സിഗ്നേച്ചർ, നാലാമത് എന്താ വേണ്ടത്? നമുക്ക് ഏജ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, അഞ്ചാമത് എന്താ വേണ്ടത്? നമുക്ക് നേറ്റിവിറ്റി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, ആറാമത് എന്താ വേണ്ടത്? നമ്മുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്. നമുക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, പിന്നെ അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് ഒരു 5 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. ഓക്കെ, രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടും. അത് കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. കാരണം ഇവിടം തൊട്ട് അവസാനം അഡ്മിഷൻ വരെ വേണ്ട ഒരു സാധനമാണത്. അപ്പോൾ അത് എവിടെയെങ്കിലും കൊണ്ട് എഴുതി വെച്ച് മറന്നു പോകണ്ട. അപ്പോൾ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എവിടെയെങ്കിലും കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എഴുതി വെക്കുക. അവസാനം വരെ വേണം. രണ്ടാമത് ഫിൽ ആപ്ലിക്കേഷൻ. ഫിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അവിടെ ഇപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് ഇപ്പം അറിയില്ലെങ്കിൽ അവിടെ എക്സാം അപ്പിയർഡ് എന്ന് കൊടുക്കുക. ഇനി മാർക്കുകളെല്ലാം അറിയുന്നുണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിലുള്ളവർ അവിടെ മാർക്ക് അവിടെ അപ്ലോഡ് ചെയ്തു. ഓക്കെ, കാരണം നമ്മുടെ മെയിനായിട്ട് മാർക്ക് ചോദിക്കുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻട്രൻസ് എഴുതണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട് ഇല്ലേ? ജനറൽകാർക്കാണെങ്കിൽ 45% മാർക്ക് ഡിഗ്രിക്കും +2നും,
മറ്റേ SEBC ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ 42%, SC/ST ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ 40%. അപ്പോൾ ഈ ഒരു ബേസിക് സ്ട്രാറ്റ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മാർക്ക് ചോദിക്കുന്നത്. അപ്പോൾ മാർക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അടിച്ച് കയറ്റിക്കോ. ഇനി നിങ്ങളിൽ സർട്ടിഫിക്കറ്റ്സ് ഇല്ല, മാർക്ക് അറിയെങ്കിൽ അവിടെ എക്സാം അപ്പിയർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. മൂന്നാമതെന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ, രണ്ടാമത്തെ ഫില്ല് അപ്ലിക്കേഷൻ, മൂന്നാമത്തെ വന്ന അപ്ലിക്കേഷൻ ഫീ. അപ്ലിക്കേഷൻ ഫീ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാം, അപ്പോൾ അതിന് ടെൻഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. നാലാമത്തത് പറഞ്ഞത് അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. നമ്മുടെ ഫോട്ടോയും സൈനും അതുപോലെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ളത് 4th സ്റ്റേജ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തൊക്കെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്ഷയയും വില്ലേജും പോയിട്ട് ആ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ മേടിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിന്റ് അക്നോളജ്മെന്റ് പേജ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു ഫൈനൽ പ്രിന്റ് ഔട്ട് കിട്ടും. ആ ഫൈനൽ പ്രിന്റ് ഔട്ട് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫയലിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ഭാഗത്ത് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു, 3 ഇയറിന്റെ 5 ഇയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? സിലബസിൽ മാറ്റമുണ്ടോ സാർ? സിലബസിൽ മാറ്റമില്ല. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഇതുവരെ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെയാണ്. പക്ഷേ കോസ്റ്റിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 200 ചോദ്യം എന്നുള്ളത് 120 ചോദ്യം ആയിട്ടുണ്ട്. ഓക്കെ, ടൈം കുറഞ്ഞിട്ടോ? ടൈം കുറഞ്ഞിട്ടില്ല. 2 മണിക്കൂർ തന്നെ സംഭവം ബോണസാ ഇല്ലേ? 120 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ 2 മണിക്കൂർ കിട്ടുന്നുണ്ട്. മുൻപ് കഴിഞ്ഞ വർഷം വരെ 200 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ 2 മണിക്കൂർ കിട്ടുള്ളൂ. ഇത്തവണ നോക്കിയപ്പോൾ കുറഞ്ഞു. 120 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ 2 മണിക്കൂർ. സംഭവം ഒരു ബോണസ് തന്നെയാണ്. കുറച്ചും കൂടെ കൂടുതൽ സമയം കിട്ടും. ഇനി 120 ചോദ്യം ടോട്ടൽ മാർക്ക് എത്രയാ? 3 മാർക്ക് ശരിയുത്തരത്തിനും 1 മാർക്ക് നെഗറ്റീവ് ഫോർ റോങ് റെസ്പോൺസ്. അതായത് ടോട്ടൽ വരുന്നത് 360 മാർക്കിലാണ്. ഓക്കെ, 2 മണിക്കൂർ 120 ചോദ്യം 360 ടോട്ടൽ. സാർ, ടോട്ടൽ മാർക്കിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ടഫ് ആവുമോ? അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം പാറ്റേൺ ചേഞ്ച് വന്നിട്ടുള്ള ഫസ്റ്റ് ബാച്ച് നിങ്ങളല്ലേ. നിങ്ങൾ എഴുതി റിസൾട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു ഫാക്ടർ അഫക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ചോദ്യങ്ങൾക്ക് 2 മണിക്കൂർ കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയൊരു ബോണസാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ടോട്ടൽ 600 എന്നുള്ളത് 360 കുറഞ്ഞു. നെഗറ്റീവ് മാർക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഈ ടോട്ടൽ മാർക്ക് കുറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല വലിയ ഇൻഫ്ലുവൻസ് ആവുമെന്ന് തോന്നുന്നില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം സ്കോർ ചെയ്യാൻ നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു ഡൗട്ടാണ്, എത്ര എണ്ണം ശരിയാക്കണം എന്നുള്ള ഡൗട്ടാണ്. അത് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല. ബട്ട് ഐ ക്യാൻ സേ 120 ഒരു 90 എബോ കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷുവർ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്കോറാണ്. ഒരു 90 എബോ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 270 മാർക്കിന് മേളിലായി ഇല്ലേ? ഓക്കെ, 90 എബോ കറക്റ്റ് ആൻസറും വിത്ത് 10 ബിലോ റോങ് ആൻസർ കേട്ടോ. ഓക്കെ, അല്ലാണ്ട് റോങ് ആൻസർ കൂട്ടരുത്. റോങ് ആൻസർ എപ്പോഴും സിംഗിൾ ഡിജിറ്റ് ആയിരിക്കണം. 10 ബിലോ റോങ് ആൻസറും ഒരു 90 പ്ലസ് കറക്റ്റ് ആൻസറും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കയറും. ഷുവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവൺമെന്റ് ലോ കോളേജിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിലബസിൽ മാറ്റമൊന്നുമില്ല. സിലബസിൽ മുന്നത്തെ പോലെ തന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡും അരിത്തമെറ്റിക്കും ഇംഗ്ലീഷും GK ഒക്കെ തന്നെ ചോദിക്കുന്നത്. പക്ഷെ ക്വസ്റ്റിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിന്റെ എണ്ണം 200 എന്നുള്ളത് 120 ആയിട്ടുണ്ട്. ഇനി ഓരോ സബ്ജക്റ്റിലും എത്ര ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് 42 ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് 42 ക്വസ്റ്റ്യൻസ്. ഓക്കെ, മുൻപ് എത്രയായിരുന്നു? മുൻപ് 70 ചോദ്യങ്ങളായിരുന്നു. അത് കുറഞ്ഞ് 42 ചോദ്യങ്ങൾ. അപ്പോൾ പുതിയ പ്രോസ്പെക്ടസ് പ്രകാരം ഈ വർഷം മുതൽ എന്താണ് 3 ഇയറിനെ 5 ഇയറിലും ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തു നിന്ന് 42 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് 36 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് 36 ചോദ്യങ്ങൾ ചോദിക്കും. മുന്നേ അത് 60 ചോദ്യമായിരുന്നു. അത് കുറഞ്ഞ് ഇംഗ്ലീഷിൽ നിന്ന് ഇപ്പം 36. അപ്പൊ 3 ഇയറിനും 5 ഇയറിനും ഇംഗ്ലീഷിൽ നിന്ന് ഭാഗത്തുനിന്ന് 36 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ളത് വരുന്നത് GK ഭാഗത്ത്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് 27 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, 3 ഇയറിനും 5 ഇയറിനും കേട്ടോ, രണ്ടിനും ഒരേപോലെ തന്നെ. 3 ഇയറിനും 5 ഇയറിനും GK ഭാഗത്തുനിന്ന് 27 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മുന്നേ അത് എത്ര ചോദ്യമായിരുന്നു? 45 ചോദ്യമായിരുന്നു. അതിപ്പോ കുറഞ്ഞ് 27 ചോദ്യം. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി. അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിന് എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ട്? 15 ചോദ്യങ്ങൾ. 3 ഇയറിനും 5 ഇയറിനും അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിന്ന് 15 ചോദ്യങ്ങളാണ് വരുന്നത്. മുൻപത് എത്രയായിരുന്നു? 25 ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇതിപ്പോ എത്രയായത്? 15 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും ഒരു പ്ലസ് പോയിന്റ് ഇല്ലേ? അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഈ ചേഞ്ച് ഒന്നും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും വലിയ കാര്യത്തിൽ അഫക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
സബ്ജക്റ്റുകൾ അതേപടി നിൽക്കുന്നുണ്ട് ഇല്ലേ? സബ്ജക്റ്റുകളിലൊന്നും പുതിയ സബ്ജക്റ്റ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സബ്ജക്റ്റുകളൊക്കെ അതേപടി നിൽക്കുന്നുണ്ട്, പക്ഷേ ക്വസ്റ്റിന്റെ എണ്ണങ്ങൾ മാത്രമേ കുറഞ്ഞുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ഏത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടി ബൂസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ബാക്കിയൊക്കെ എന്താ പറയുക, നമുക്ക് വരുന്ന പോലെ കാണാനേ വിഷയമില്ല. ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ഇതൊക്കെ പഠിച്ച് പാസ്സാവുന്നത്. നമ്മൾ വിചാരിച്ച് ഇതൊക്കെ ക്രാക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതൊന്നും വലിയ മാറ്റർ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളായിട്ട് വരുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കോറായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ എനിക്ക് ലാവിഷായിട്ടുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ഇനിയും തുടർന്ന് തരിക. ആസ്പിരൻസ് ടെൻഷൻസും അതുപോലെ കിട്ടുമോ കിട്ടില്ല എന്നുള്ള വെറീസ് ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ടാവും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുക ഇല്ലേ? നമ്മൾ ഡെയിലി ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ആ പ്രോസസ്സ് നിങ്ങൾക്ക് അടുത്ത 21 ദിവസം ആ പ്രോസസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിഗ് തിങ്സ് വിൽ കം ടു, ഡെഫിനറ്റ്ലി ഗുഡ് റിസൾട്ട്സ് വിൽ കം ടു. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ഓൺ ദ റിസൾട്ട്. ഓക്കെ, നമ്മൾ റിസൾട്ടിനെ പറ്റി വെറീഡ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പ്രസന്റിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രസന്റിൽ ജീവിക്കുക, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എത്തും. അപ്പോൾ ആസ്പിരൻസ്, ബെസ്റ്റ് വിഷസ്, ഓൾ ദി ബെസ്റ്റ്.